പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവവേദലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, അതുപോലെ തന്നെ ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട്. അവരുടെ എല്ലാം കണ്ണുകളിൽ കർത്താവ് അവിടുത്തെ വിശുദ്ധമായ രക്തം പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് അവരുടെ തെറ്റുകൾ സ്പർശിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അടിപ്പിഴ പോലെ വൈതാക്കാലം പോലെ ദൈവിക ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവേ, ശിഷ്ടിരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പൗരരഹിതരെ ഒരു വീട്ടിൽ തന്നെ ഭാഗോടമ്പടി നടക്കാതെ ഒരുമിച്ച് ശ്വാസം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവ്,
പൂച്ചക്കാരും മണി കെട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് സത്യം പറയാൻ ആർക്കും ധൈര്യമില്ലാത്ത രീതിയിൽ അനുഭവിച്ച് തീരുന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ. ഈശോ അങ്ങനെയുള്ള കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണം കർത്താവേ. എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞ കേൾക്കണം, പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല പല രീതികളുണ്ടല്ലോ, പല പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ ആകെപ്പാട് മനസ്സ് മുട്ടി മൊഴി മുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ എത്ത നിങ്ങൾ തളിക്കപ്പെടട്ടെ. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇന്ന് ഈ നിമിഷം നിങ്ങൾ അതിന് 14 ദിവസത്തിനുള്ളിൽ ഇന്നെടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നിങ്ങൾക്കത് അനുഭവവേദ്യമായി സകല തിന്മകളിൽ നിന്നും സകല തടസ്സങ്ങളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി 14 ദിവസവും 15 ദിവസവും കർത്താവ് നൽകി കൽപ്പിച്ച് നൽകുന്നു. കർത്താവ് ഈ 2 ദിവസത്തിനുള്ളിൽ ആ വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാക്കുന്നത് ഇന്നത്തെ പ്രാർത്ഥന ഫലമാണെന്ന് അവിടെ അങ്ങയുടെ മക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കുക ഇടാക്കാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും നയിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 103:2 നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അത് എല്ലാ പ്രാർത്ഥനാ ജീവിതത്തെയും എല്ലാ ജീവിത കാലാവസ്ഥയും സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അത് നമ്മൾക്ക് ഓരോരോ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പഴയ അനുഗ്രഹങ്ങൾ മറക്കുമല്ല. പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയ അനുഗ്രഹങ്ങളാണ് ഓർക്കേണ്ടത്. എന്താ കാര്യം? ഈശോ പറഞ്ഞില്ലേ, 5 അപ്പം 5000 പേർക്ക് തിരിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ ശേഖരിച്ചു. അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ഉത്കണ്ഠപ്പെടുന്നു? പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? പഴയ കാര്യം ഓർക്കാൻ, പഴയ അനുഗ്രഹങ്ങൾ ഓർക്കാൻ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഇതാണ്. പുതിയ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ആൾക്കാർ ചെയ്യണത് എന്താ? പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? പഴയ കാര്യങ്ങൾ മറന്നു കളയും. പക്ഷേ അങ്ങനെയല്ല. പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പഴയ കാര്യങ്ങൾ ഓർത്ത്, ദൈവം തന്നെ അനുഗ്രഹം ഓർത്ത് നന്ദി പറയണമെന്നാണ് ബൈബിളിൻ്റെ സ്റ്റൈല്. ഇപ്പം നിങ്ങൾ കടമാണ്, രോഗമാണ്, അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയണില്ലേ? ഇതൊക്കെ കർത്താവിനെ ഒന്ന് മറന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് മുക്കാലും പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ, സംരക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ ശരിക്കും ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കണമെങ്കിൽ കടം വരേണ്ട കാര്യമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കടം വരുന്നൊരു പ്രോജക്റ്റ് ദൈവം നമ്മുടെ അടുത്ത് കൊണ്ടുവരത്തില്ല, തട്ടിക്കളയും. നമ്മൾ ദൈവത്തിനെ മറന്ന് ജീവിച്ച കാലത്ത് ഇടപെട്ട വിഷയങ്ങളാണ് ബാധ്യതയായിട്ട് മാറിയത്. അത് അനിയൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളില്ലേ? അതാരുടെയെങ്കിലും ആലോചന ഉണ്ട്. അത് അനിയൻ്റെ നാട്ടുകാരുടെയൊക്കെ ആലോചനയല്ലേ? 2004 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമില്ലേ? അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത് തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു. എനിക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. അമ്മ ഈ പ്രത്യക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് 2004 തന്നെ 10 കൊല്ലം കഴിഞ്ഞാണ്, 10-12 കൊല്ലം കഴിഞ്ഞാണ് ഇന്ന് കാണുന്ന ഉടമ്പടിയിലേക്ക് വന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഒരു മാസം തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു നമുക്ക്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ 2004 മനക്കോടം ഫൊറോണ പള്ളി ഇരിക്കേ, അന്ന് ഫൊറോണ വികാരിയാണ്. അപ്പോൾ അന്ന് പ്രത്യക്ഷപ്പെട്ട ആ പള്ളിയിലാണ് ഞാൻ. അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത്, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് സർവീസ് കഴിഞ്ഞ് ഞാൻ ആ പള്ളിയിലോട്ടാണ് പോകുന്നത്. ഞാനൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കൃപാസനത്തിൽ വരത്തുള്ളായിരുന്നു. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴേ ഞാൻ കൃപാസനത്തിൽ വരത്തുള്ളായിരുന്നു. അന്ന് പള്ളിയിലായിരുന്നു മുഴുവനും. അപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ്. ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ കൃപാസനത്തിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു ശുശ്രൂഷയുണ്ട്. ആദ്യവാഴ്ച അതാണ് മെയിൻ ശുശ്രൂഷ. ആദ്യവാഴ്ച ഉള്ളു. അതിന് വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ശുശ്രൂഷ കഴിഞ്ഞ് നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ, പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ മനസ്സിൽ ഒരു ആശയം പരിശുദ്ധമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ 41 ദിവസം ജനങ്ങളുടെ കണ്ണുനീര് സക്കാരി വെച്ച് പൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഈ 2004 അമ്മ പ്രത്യക്ഷപ്പെട്ട ആ മാസമാണ്. നീ ജനങ്ങളുടെ കണ്ണുനീര് കർത്താവിൻ്റെ അടുത്ത് വെച്ച് പൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ, ആൾക്കാർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരുടെ കടമാണ്, കല്യാണം നോക്കണില്ല, കർത്താവെ സഹായിക്കണമെന്ന് ഇങ്ങനെ എഴുതിയിട്ട് അങ്ങനെ ഒരു ദിവസം 10-20 പേരുടെ അല്ലെങ്കിൽ 10-5 പേരുടെ ഏറ്റവും ടോപ്പ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ഞാൻ സക്രാരി വെച്ച് പൂട്ടും. എന്നിട്ട് ഞാൻ ഇടക്കും തലക്കുമൊക്കെ കർത്താവിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവിടെ മുട്ട നിന്നുകൊണ്ട് ഞാൻ സക്രാരി വെച്ച് പൂട്ടിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവിനോട് സംസാരിക്കും. അവരൊക്കെ എന്നോട് വന്നിട്ട് വല്ലാതെ വിഷമിച്ച് പോയിരിക്കൊണ്ട് അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ആശ്വാസം ഉണ്ടാകണം, എല്ലാം നിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൂട്ടും. എൻ്റെ അമ്മേ,
ഒരു സീനിയർ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിക്കാരൻ അച്ഛൻ ഇപ്പോഴും ചോദിച്ചിരിപ്പുണ്ട്. ഈ കൃപാസനം തന്നെ ഇവിടെ തുടങ്ങാൻ കാരണം അച്ഛനിലൂടെ കർത്താവ് പ്രവർത്തിച്ചതാണ്. ഞാൻ കടലോരത്ത് സ്ഥലം തിരക്കി കിടക്കുന്ന സമയത്ത് ഈ അച്ഛൻ എനിക്ക് ഒരു കത്തെഴുതി, ജോസഫ്, സ്ഥലം നിങ്ങൾ കടലോരത്ത് അന്വേഷിക്കുന്നുണ്ട്, കർത്താവ് അവിടെയല്ല നിങ്ങൾക്ക് സ്ഥലം തരാൻ പോകുന്നത്, നാഷണൽ ഹൈവേയിലാണെന്ന്. പിന്നെ ഞാൻ കടലോര സ്ഥലം അന്വേഷിച്ച് നിർത്തി. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു സന്യാസി പാപം ഫ്രാൻസിസ് ബ്രദർ എന്നെ വന്നിട്ട് പറഞ്ഞ് എൻ്റെ സ്ഥലം അച്ഛന് തരാം, കുറച്ച് സ്ഥലം അച്ഛൻ വിലക്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സ്ഥലം വിലക്ക് കൊടുത്ത്. അപ്പോൾ അതെല്ലാം ദൈവം. അപ്പോൾ ഈ അച്ഛൻ അത് 2004 97 അച്ഛൻ 96 അച്ഛൻ എനിക്ക് കത്തെഴുതിയത്. എനിക്ക് സ്ഥലം കിട്ടുന്നത് 97. അപ്പോൾ അച്ഛൻ അപ്പോഴേ ലൈനിലുണ്ട്. പക്ഷേ ഈ അച്ഛൻ അന്ന് കുർബാനയെല്ലാം വേണ്ടി വന്ന് മലക്കുളം പള്ളിയിൽ. അപ്പോൾ അദ്ദേഹം വേറെ എന്തോ ഒരു മരിപ്പ് കുർബാനക്കാരോ പുള്ളി അച്ഛനെ വിളിച്ചിട്ട് വന്നതാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നറിയാവോ, അച്ഛൻ ഇത് മനസ്സിലായില്ല. ഇതെല്ലാം ഇങ്ങനെ കുറേ കടലാസ് പേപ്പറെല്ലാം സക്രാരി ഇരിക്കുന്നു. അവിടെ നിന്ന് എടുത്ത് അച്ഛൻ എന്നോട് പറഞ്ഞ്, സക്രാരിൽ അത് വെക്കരുത് കേട്ടോ, സക്രാരി വെക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ പുള്ളി എൽഡർ പ്രീസ്റ്റ് അല്ലേ, തന്നെയല്ല നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു കറണ്ട് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛനെ അനുസരിച്ചു. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കണത്? ഇപ്പോഴും നമ്മൾ സക്രാരി തന്നെ വെച്ചിരിക്കണത് മാതാവിൻ്റെ മധ്യസ്ഥ ഈശോൻ്റെ അടുത്തല്ലേ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരെ. അപ്പോൾ ഞാൻ ചിന്തിച്ച് എനിക്ക് മനസ്സിലായത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന 2004 സംഭവിക്കണത്. അപ്പം തന്നെ ഉടമ്പടി തുടങ്ങിയായിരുന്നു വേറൊരു രീതിയിൽ. അപ്പം അതൊരു സാമ്പിൾ കാണിച്ചതാണ്. സാറിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊണ്ട് കർത്താവ് അത് വന്ന് എടുത്ത് മാറ്റിച്ചതാണ്. അപ്പോൾ അവിടെ വെച്ച് അത് തീർന്ന്. പിന്നീട് ഉള്ള ചരിത്രങ്ങളൊക്കെ ഞാൻ തെരുവിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നണുണ്ടാവും ഏതെങ്കിലും ഓരോരോ സഡനായിട്ടല്ല ഇത് തുടങ്ങണത്. ഇതിനൊരു ദൈവത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ അതുപോലെ തന്നെ വിശ്വാസത്തോടെയൊക്കെ ചെയ്യണ കാര്യങ്ങൾ എനിക്ക് വേണ്ടത്. ഇപ്പം നീ ഇന്ന് എവിടെ പോയാലും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുകയാണ്. ഒരു പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷൻ്റെ രീതിയിൽ ഇൻറ്റിമസിയോടുകൂടി ആദമ്യമായ ദൈവസ്നേഹത്തോടെയാണ്, ദൈവ സാന്നിധ്യ ബോധത്തോടെയാണ് പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും നടക്കാത്ത കാര്യങ്ങൾക്ക് ആമേൻ പറയുകയും ചെയ്യേണ്ടത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ വചനത്തിന് എപ്പോഴും ഇപ്പം നമ്മൾ വചനം കേട്ട് അതനുസരിച്ച് നമ്മൾ ജീവിക്കണ്ടേ. അപ്പോൾ വചനത്തിന് എപ്പോഴും ഉണ്ടാകുന്നൊരു വിഷയം, വചനത്തിന് എപ്പോഴും 2 ഭാഗമുണ്ടാകും. എന്താണ്? പിഴുതെറിയുകയും ചെയ്യും, നട്ട് പിടിപ്പിക്കുകയും ചെയ്യും. പിഴുതെറുതുകയും ചെയ്യും, നട്ട്. വചനം പാലിക്കുന്നവരും വചനം സീരിയസ് ആയിട്ട് എടുക്കുന്നവരും എല്ലാം വചനത്തിൻ്റെ 2 ആക്ഷൻ പഠിക്കണം. 2 ലക്ഷ്യം എന്താണ്? പിഴുതെറിഞ്ഞാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? നട്ട് പിടിപ്പിക്കണം. ഇപ്പം ജെറമിയയുടെ പ്രവചനം എന്താണ്? ഞാൻ എൻ്റെ വചനം നിൻ്റെ നാവിൽ നിക്ഷേപിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? പിഴുതെറിയാനും നട്ട് പിടിപ്പിക്കാനും, ഇട്ടിച്ച് തകർക്കാനും, പണിത് ഉയർത്താനും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ 2 ആക്ഷൻ വേണം വചനത്തിൽ. ഇപ്പോൾ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ദൈവവചനം കേട്ടാൽ ജീവിക്കുമ്പോൾ ഈ ഡബിൾ പ്രോസസ്സിലൂടെയാണ് അത് പൂർണ്ണമാകണത്. ജെറമ്യ 1:10 അനുസരിച്ചുകൊണ്ട് എന്താണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ദൈവവചനം കേൾക്കണത് എന്തിനാണ്? പിഴുതെറിയാൻ. പിന്നെ എന്തിനാണ്? നട്ട് പിടിപ്പിക്കാൻ. ദൈവവചനം കേൾക്കണത് എന്തിനാണ്? ഇടിച്ച് തകർക്കാൻ. പിന്നെ എന്തിനാണ്? പണിത് ഉയർത്താൻ. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ജെറമിയ 1:10 അനുസരിച്ച് പിഴുതെറിയാനും നട്ടു വളർത്താനും ഇടിച്ചു തകർക്കാനും പണിതുയർത്താനും ഞങ്ങളുടെ നാവിലെ ജെറമിയായെ പോലെ വചനം നിക്ഷേപിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ചേർക്കണമേ.
ആത്മാവിന്റെ മാംസമായ കഥാവേ വചനം ഞങ്ങൾ എഴുതിത്തീർക്കണമേ. തെറ്റിദ്ധരിത്തലിനും ശാസ്ത്രത്തിനും പ്രബോധനത്തിനും മാനസാന്തരത്തിനും കഥാവെ ഉപകരിക്കണമേ. ഹല്ലേലൂയ. കരങ്ങടിച്ചോട് പാടാം. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൈകൾ ഉയർത്തി അടിച്ചോണ്ട് കരങ്ങൾ ഉയർത്തി അടിച്ചോണ്ട് പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ കർത്താവിൻ്റെ ഒരു വചനമുണ്ട്, കൊല്ലരുത്. ഇല്ലേ? കൊല്ലരുത്. മത്തായി 5:41 വചനമാണ്. അപ്പോൾ കൊല്ലരുത് എന്ന് പറയുമ്പോൾ ആ വചനം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? പിഴുതെറിഞ്ഞാൽ പോരല്ല, പിന്നെ എന്ത് ചെയ്യണം? നട്ടുപിടിപ്പിക്കണ്ടേ? ഇടിച്ച് ചേർത്താൽ പോരാ, പിന്നെ എന്താണ്? അപ്പോൾ കൊല്ലരുത് എന്നുള്ളതിൻ്റെ പോസിറ്റീവ് എന്താ? ജീവിപ്പിക്കണമെന്ന് കൂടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ആമസോൺ കത്തി അമർന്നു, ഇല്ലേ? ആമസോൺ കത്തി വനം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വനം വെച്ച് പിടിപ്പിച്ച് ജീവിപ്പിക്കണം തന്നെയാണ്, അല്ലേ? അവർ കാർഷികമായ ഭൂമി ഉണ്ടാകാൻ വേണ്ടി, കൃഷിഭൂമിക്ക് വേണ്ടി തീയിട്ടതാണ്. ഫയർ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് അവർ ബ്രസീൽ സർക്കാർ അത് ചെയ്തത്. പക്ഷേ ബ്രസീൽ സർക്കാർ എന്ന് പറഞ്ഞാൽ ആമസോണിൻ്റെ ഉടമസ്ഥരല്ല. നമ്മൾ സഖ്യപർവ്വതത്തിൻ്റെ ഉടമസ്ഥരാണോ? അല്ല. ലോക പൊതുസമൂഹമാണ് സഖ്യപർവ്വതത്തിൻ്റെ അവകാശികൾ. ഇവിടെയെല്ലാം പ്രകൃതിക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാം ഒരു സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അല്ല. ദൈവം കൊല്ലരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സംരക്ഷിക്കണമെന്നാണ്. എത്ര കിളികളാണ്, എത്ര കടുവ, എത്ര പാമ്പുകളാണ് ഈ ആമസോണിൽ ചത്ത് മരന്നു പോയത്. അതിനൊക്കെ ജീവിപ്പിക്കേണ്ടി വരും നമ്മൾ. അതിനെല്ലാത്തിനെയും മനുഷ്യരാശി നഷ്ടപ്പെട്ടതിനെല്ലാം ദൈവവചനമെന്ന് പാലിക്കുമെന്ന് പറയുമ്പോൾ നമ്മളവർക്ക് അതൊരു വ്യക്തിപരമായ ഒരു നിർദ്ദേശം മാത്രമല്ലാതെ അത് ഈ ഭൂമി എക്കാലവും തലമുറകൾ തോറും നിലനിൽക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നിയമാവലിയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. അഭിഷേക ബോധ്യങ്ങൾ നൽകുന്നതിനോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണം, അത് ജീവസന്ധാരണത്തിൻ്റെ ഭൗതികമായൊരു വശം മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം നട്ടുപിടിപ്പിക്കുന്ന, കൊല്ലരുതെന്ന് പറഞ്ഞ് ജീവിപ്പിക്കുന്ന, നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവർ ജീവിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ സുവിശേഷ സംരംഭങ്ങളും എന്താണ്? പടുത്തുയർത്തുന്നതാണ്. ഇടിച്ചു തിറക്കുന്നതിനേക്കാൾ ഉപരി പടുത്തുയർത്തുന്നതാണ്. പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവവചനം കേട്ട് അതനുസരിച്ചതുപോലെ പടുത്തുയർത്തപ്പെടുന്ന ആ വചനത്തിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് സമൂഹത്തിൻ്റെ വാഗ്ദാനങ്ങളായിട്ട്, ദൈവവചനത്തിൻ്റെ സാക്ഷികളായിട്ട് ഞങ്ങളെ ഉയർത്തണമേ. ഇപ്പം പണ്ട് വേദസാക്ഷികൾ, രക്തസാക്ഷികൾ എന്നൊക്കെ പറയുമ്പോൾ എഴുന്നേക്ക്, നിങ്ങളൊന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, പെട്ടെന്ന് എഴുന്നേക്ക്. സ്തുതിയുടെ ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ്. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്തോട്ട് കയറത്തില്ലേ? പുറത്ത് നിൽക്കുന്ന അകത്തോട്ട് കയറത്തില്ല. എല്ലാവരും എഴുന്നേൽക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മനമുയർത്തി കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പുറത്തേക്ക് അകത്തോട്ട് കയറട്ടെ. പുറത്ത് നിൽക്കുന്നവർ അകത്തോട്ട് കയറട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു സ്തോത്രം, യേശു സ്തോത്രം, യേശു സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകാശം മാറും, മാറും, ആദി മുതൽക്കേ മാറാനുള്ളത് വചനം മാറും. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് വചനം മാറും. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. കരങ്ങൾ ഉയർത്തി. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലം മാറും, ആദി മുതൽ
കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നുമായ തിരുവചനം മാറ്റും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി നമ്മൾ ഇരിക്കുന്നില്ല. പുറത്താരിൽ നിന്ന് മഴ കൊള്ളരുത്, ഉള്ളിലോട്ട് കയറാനിരിക്കുക, കയറി നോക്കുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്നൊരു വചനമില്ലേ, അല്ലേ? എഫെസ്യസ് 4:30 പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അതിൻ്റെ പോസിറ്റീവ് വേർഡ് എന്താ? പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കണം. അതാണ് പ്രശ്നം. നമ്മളെ ഉടമ്പടി പ്രകാരം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്ന് സന്ദർശിച്ചു, ഇല്ലേ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടിപ്പിച്ചു എന്നൊക്കെ പറയുന്നില്ലേ? അതിൻ്റെ ഉദ്ദേശം എന്താ? പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുക, പരിശുദ്ധാത്മാവിനെ ഇപ്പം ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മൾ ഈ ഉടമ്പടി പ്രകാരമുള്ള നമ്മളെ നിങ്ങൾക്കറിയാവൂലേ വാട്ട് വി ആർ ഡൂയിങ്. നമ്മൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് അനുസരിച്ച് നമ്മൾ പൂർണ്ണത നേടിക്കൊണ്ടിരിക്കുകയാണ്. വചനത്തിൻ്റെ നിയമത്തിൻ്റെ ഉദ്ദേശം എന്താണ്? സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ. ഇപ്പോൾ കൊളോസ്യസ് 3:10 കൊളോസ്യസ് 3:10, 11, 12 3-ാം അധ്യായം. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ. ഈ പുതിയ മനുഷ്യൻ നമ്മൾ എങ്ങനെ സ്വീകരിക്കണത്? ഈ വചനത്തിൻ്റെ നിർമ്മാണ പ്രവണത പ്രക്രിയ. വചനത്തിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഭാവാത്മകമായ തലമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ്, അത് നടപ്പിലാക്കുമ്പോഴാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ 1 തെസ്സലോനിക്കർ 5:19 നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്, അല്ലേ? പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ. അപ്പോൾ അതിൻ്റെ ഭാവാത്മക തലം എന്താ? പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണം, അല്ലേ? പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതിരുന്നിട്ട് പാത്രം കഴുകി വെച്ചാൽ മാത്രം ഭക്ഷണം കിട്ടുമോ? പാത്രം കഴുകേണ്ട ഉദ്ദേശം എന്താ? ഭക്ഷണം വിളമ്പിക്കിട്ട് കഴിക്കാൻ വേണ്ടിയാണല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മാത്രമായി കഴിഞ്ഞാൽ പാത്രം കഴുകിയതുപോലെ ഇരിക്കുകയുള്ളൂ. അതിൻ്റെ ഉദ്ദേശം എന്താ? സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി പറയുമ്പോൾ ഈ പുതിയ മനുഷ്യനിലേക്കുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ആരിലേക്കുള്ള വളർച്ചയായിരിക്കും? യേശുവിലേക്കുള്ള വളർച്ച. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനാരാണ്? ഈശോയാണ്. ഈശോയ്ക്കുള്ള വളർച്ചയിൽ ഉടമ്പടി എന്താ ചെയ്യണത്? മരിയൻ മെത്തേഡുകൾ ഉപയോഗിക്കുന്നു. അതാണ് പ്രശ്നം. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി പ്രകാരം നമ്മളെന്താ ചെയ്യണത്? മരിയൻ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായത്തിലേക്ക് നമ്മൾ നവീകരിച്ചെടുക്കുകയാണ്. ഇങ്ങനെയാണ് പൂർണ്ണ മനുഷ്യനെന്ന് പറയണത്. ഈ പൂർണ്ണ മനുഷ്യനിലേക്ക് പോകുന്ന എപ്പോഴും നെഗറ്റീവ് സൈഡ് ഒഴിവാക്കിയല്ല, മാത്രമല്ല പോസിറ്റീവ് സൈഡ് അത് സൃഷ്ടിപരമായിട്ട് വചനത്തെ സമീപിക്കുന്നതിലൂടെയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, രചനാത്മകമായി സൃഷ്ടിപരമായി വചനത്തെ സമീപിക്കുവാൻ ജീവിത വിജയം, ജീവിത മാതൃക, പരിശുദ്ധമ്മയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് യേശുവിലേക്ക് എത്തിച്ചേർന്ന് പുതിയ മനുഷ്യനാകുവാൻ ഞങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഉടമ്പടി പ്രകാരം ദൈവ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ഉടമ്പടി ഒരു സ്വപ്നമാണ്. ആരുടെ സ്വപ്നമാണ്? ദൈവത്തിൻ്റെ സ്വപ്നമാണ്. എന്താണ് സ്വപ്നത്തിൻ്റെ ഉദ്ദേശം? എന്താണ്? സൃഷ്ടാവിൻ്റെ കൊളോസ്യസ് 3:10 അനുസരിച്ച് കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കുന്ന പുതിയ മനുഷ്യനാകണം. ഈ പുതിയ മനുഷ്യനാകാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്? മരിയൻ മാതൃക ആണ്. അവൻ പറയണത് പോലെ ചെയ്യുക, ദൈവവചനം കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഈശോ തന്നെ പറയും, ലുക്കാ 8:21, 11:27 എന്താ പറയണത്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനായി നമ്മൾ മാറണത്. അപ്പോൾ ഉടമ്പടി നമ്മൾ വിചാരിക്കണ പോലെ IELTS പാസ്സാക്കണതും വിൽക്കാത്ത സ്ഥലം വിറ്റ് കിട്ടണതും ആയ ഭൗതിക ആനുകൂല്യത്തിൻ്റെ മാത്രം പ്രാർത്ഥനയല്ല. കാര്യം ഇപ്പോൾ ഈശോ ദിവ്യകുർബാന സ്ഥാപിക്കുമ്പോൾ എന്താ ഈശോ ചെയ്തത്? 5,000 പേർക്ക് വേണ്ടി
വർദ്ധിപ്പിച്ചു. ആദ്യം അപ്പത്തിൻ്റെ മേൽ കാണിക്കുന്ന അടയാളത്തിൻ്റെ ഉദ്ദേശം എന്താണ്? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കും. ഞാൻ ലോകത്തിന് വേണ്ടി നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ് പറയാൻ വേണ്ടിയാണ് അപ്പം വർദ്ധിപ്പിച്ചത്. കൈ അടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തി യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് ജീവിക്കുന്നു. കൈകൾ ഉയർത്തി യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നു. തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകിയതൻ സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാൻ. സ്വയം ഭോജ്യമായി നൽകിയതൻ സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ 1 തെസ്സലോനിക്കർ 5:19 നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. അതിൻ്റെ ഭാവാത്മകമായ വശം എന്താണ്? പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണം. പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തണത്? കൃപയെ ആർജിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തുന്നത്. കൃപയാണല്ലോ ശക്തി. 2 കൊറിന്തോസ് 12:9-10 2 കൊറിന്തോസ് 12:9-10 എന്താ പറയണത്? കൃപ ശക്തിയാണെന്നാണ് പറയണത്. ആരുടെ ശക്തി? ദൈവത്തിൻ്റെ ശക്തി. ദൈവം ആരാണ്? വ്യക്തിയും ശക്തിയും. യേശുക്രിസ്തു വ്യക്തിയുമാണ്, അതേസമയം ശക്തിയുമാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, ശക്തിയാണ്. പിതാവ് വ്യക്തിയാണ്, ശക്തിയാണ്. അപ്പോൾ അതേസമയം തന്നെ ശക്തി നമ്മളെ ശക്തീകരിക്കാൻ, ഇപ്പം ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. 1 കൊറിന്തോസ് 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ, ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ഇതെങ്ങനെ സംഭവിക്കും നമ്മൾ ചോദിക്കുമ്പോൾ പറയും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ആരാണ്? അത്യുന്നതൻ്റെ ശക്തി. ലൂക്കാ 1:35 അല്ലേ? ഈശോ തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുമെന്ന് പറയുന്നതിന് പകരം കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. 26:64 മത്തായിയുടെ സുവിശേഷം. പിതാവും ശക്തിയും വ്യക്തിയുമാണ്. ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക്, ആ ദൈവത്തിൻ്റെ ശക്തിയുടെ പേരെന്നാ? നമ്മളിലേക്ക് കടന്നു വരുന്ന രൂപത്തിൻ്റെ പേരെന്താണ്? ശക്തിരൂപം എന്താണ്? കൃപ. അതാണ് 2 കൊറിന്തോസ് 12:9 വെളിപാടുകൾ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ അവൻ എനിക്ക് മുള്ളു തന്നിരിക്കുന്നു. പിശാചൂതൻ എന്നെ വിട്ടുപോകാൻ കണ്ണീരോടെ ഞാൻ 3 പ്രാവശ്യം അപേക്ഷിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കൃപയ്ക്ക് പകരം എന്താ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? ശക്തി. അപ്പം കൃപയാണ് ശക്തി. അപ്പോൾ 1 തെസ്സലോനിക്കർ 5:19 എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാവാത്മക തലം എന്താണ്? പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണം. എങ്ങനെ ശക്തിപ്പെടുത്തും? കൃപയാ ശക്തിപ്പെടുത്തും. കൈ അടിച്ച് കിടത്താണ്. കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോർ നടത്തിടും. ഒരുമിച്ച് പാടുക. ബലഹീനതയിൽ ബലമേകി ബലവാനായോർ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ കൃപ എന്താണ്? കൃപ എന്താണ്? ദൈവത്തിൻ്റെ ശക്തി. ഈ കൃപ നമ്മളിലേക്ക് ആവശ്യിക്കുമെന്നാണ് പറയണത് അല്ലേ?
ഇത് ബലഹീനതയാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് എങ്ങനെ എപ്പോഴാണ് ആവശ്യിക്കണത്? അപ്പോൾ ബൈബിൾ പറയും ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളെ ക്രിസ്ത്യൻ ആത്മീയതയെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മർമ്മമാണ് എളിമ. 1 പത്രോസ് 5:5 1 പത്രോസ് 5:5 ദൈവം എന്ന് പറഞ്ഞേ എളിമയുള്ളവർക്ക് ശക്തി നൽകുന്നു. കൃപ നൽകുന്നു പറഞ്ഞാൽ അവിടെ എന്താ പറയേണ്ടത്? ശക്തി. അപ്പം ദൈവശക്തി ആർജിക്കാൻ എന്താ ഒരു മാർഗം? എളിമ. അതൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ഈ ദൈവത്തിന് എളിമപ്പെടുത്താൻ വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ എളിമപ്പെട്ടേക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ എളിമപ്പെടാൻ ഇപ്പം ദൈവം വന്നിങ്ങനെ ബലം പ്രയോഗിച്ച് എളിമപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ദൈവത്തിന് ആ പരിപാടി ഉണ്ടേ. നമ്മളെ ശക്തിപ്പെടുത്തണം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ ദൈവം ബലം പ്രയോഗിച്ച് എളിമപ്പെടുത്തും. അത് മണ്ടത്തരമാണ്. നിയമാവർത്തനം 8:3 ഇല്ലേ? നിയമാവർത്തനം 8:3 എന്നാ പറയണത്? അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ വിട്ടത് നിങ്ങളെ എളിമപ്പെടുത്താനും. എന്തിനാ അങ്ങനെ പെടുത്തണേ? മര്യാദ നിൽക്കാൻ പറ്റില്ലേ? അപ്പം നമ്മൾ എളിമപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തിന് എളിമപ്പെടുത്തേണ്ടി വരും. ഇപ്പം ചില ബിസിനസ് തകർച്ച, ചില ജോലി പോയി. ഇപ്പം ഇന്നലെ ഒരു ദിവസം സാക്ഷി പറഞ്ഞു, ഒരു മോള് സാക്ഷ്യം പറഞ്ഞു, എന്താ ഞാൻ IELTS തോറ്റുപോയി. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആളാണ്, കർണാടകയിൽ ജോലി ചെയ്ത ആളാണ്. ഞാനിപ്പോൾ ഗൾഫിൽ ഇവിടെയാണ് ജോലി ചെയ്യണത്, ഇവിടെ സൗദിയിലാണ് ജോലി ചെയ്യണത്. ഞാൻ LKG മുതൽ മൊത്തം ഇംഗ്ലീഷാണ് പഠിച്ചത്. ഞാൻ അവളുടെ ആ മോളുടെ സാക്ഷ്യം നല്ല രസമാണ് കേൾക്കാൻ. ഞാൻ LKG മുതൽ ഇംഗ്ലീഷാണ്. ഇവിടുത്തെ ഇംഗ്ലീഷ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ പഠനം കഴിഞ്ഞപ്പോൾ ഞാൻ കർണാടക ജോലി അവിടെ ഇംഗ്ലീഷാണ് ഉപയോഗിച്ചത്. കർണാടകയിൽ നിന്ന് ഞാൻ സൗദിയിൽ പോയി, അവിടെ ഇംഗ്ലീഷാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ എനിക്ക് UK പോകണം. അപ്പോൾ അത് ഞാൻ IELTS എഴുതി. ഒരു പ്രാവശ്യം തോറ്റു, അടുത്ത പ്രാവശ്യം കിട്ടുമെന്ന് വിചാരിച്ചു, അപ്പോഴും തോറ്റു. അപ്പോഴീ മലയാളം മീഡിയമൊക്കെ ജയിക്കണം കണ്ടപ്പോൾ എനിക്ക് വിറഞ്ഞെന്ന്. അവളത് പറഞ്ഞില്ല, അവളെപ്പോലെ പറഞ്ഞ വേറെ കൊച്ചിന് എനിക്കറിയാം. അപ്പം ഞാൻ ചില IELTSകാരോട് ചോദിക്കും, എടി നീ മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയമാണോ? ഞാൻ മലയാളം മീഡിയം. ഞാൻ നമിച്ചിരിക്കുക. കാര്യം എന്താ? ഫുൾ ടൈം ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ആൾക്കാർ ചില ആൾക്കാർക്ക് മുടി വിളിച്ച് കിട്ടണില്ല. അപ്പം മലയാളം മീഡിയക്കാർക്ക് എങ്ങനെ കിട്ടണത്? കൃപയാലേ. സ്തുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, യോഗ്യതാ പരീക്ഷ എഴുതുന്നവരെ, സ്പർശിക്കണമേ. കരങ്ങൾ ഉയർത്തി. ബലഹീനതയിൽ ബലവാനായോട് നടത്തിയിരുന്നു. ബലഹീനതയിൽ ബലവാനായോട് നടത്തിയിരുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ഇപ്പം ചില ആൾക്കാരൊക്കെ പട്ടി ഓടിച്ചിട്ട് എവിടെയെങ്കിലും തട്ടി വീണൊക്കെ എളിയൊക്കെ ഉളുക്കത്തില്ലേ? ബൈ ചാൻസായിട്ട് സംഭവിക്കുന്നതാണ്. പട്ടി ഓടിച്ചിട്ടപ്പോൾ ഓടിയപ്പോൾ തട്ടി വീണ് എളി ഉളുക്കിപ്പോയി. അപ്പോൾ പിന്നെ എന്നാ പറ്റി? ഉളുക്കിയത് ഇപ്പോൾ തടവും തിരിവും എല്ലാം കഴിഞ്ഞിട്ടും ശരിയാകണില്ല. ഇപ്പോൾ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ തന്നെ മരുമകൾ വന്ന് പിടിച്ചോണ്ട് ബാത്റൂമിൽ പോകണം. 2 ആഴ്ച പോയപ്പോൾ അമ്മയുടെ കണ്ണു നിറഞ്ഞു, എടി ഞാൻ നിന്നെ കുറേ വിഷമിപ്പിച്ചിട്ടുണ്ട് കേട്ടാ, ഞാൻ ഇനി ഇതിൽ രക്ഷപ്പെട്ട ഞാൻ നിന്നോട് സ്നേഹത്തോടെ പെരുമാറിക്കൊള്ളാം. എന്തിനാണെങ്കിലും എളിമപ്പെടുത്താൻ വേണ്ടി പട്ടി ഓടിച്ചിടാൻ കാത്തിരിക്കണേ? അതൊക്കെ മുമ്പ് അഡ്വാൻസ് ആയിട്ട് ആൾ നല്ല ആളാണ് കേട്ടാ. ആദ്യമേ അഡ്വാൻസ് പറയും, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയും. ഇവിടുന്നാ പഠിച്ചത് നമുക്ക് ആദ്യമേ അഡ്വാൻസ്. ചാണാക്കുഴി കിടക്കണം മുമ്പ് തന്നെ പറഞ്ഞേക്കണം. അപ്പോൾ പ്രശ്നമില്ലല്ലോ. ചാണാക്കുഴി പെറ്റ് കിടക്കുമ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് പറയും, ഇതാ കർത്താവിൻ്റെ. അത് കാരണം ടെൻഷനില്ല ആളിനെ. അമ്മയുടെ ഞാൻ ഇത് പഠിച്ചത്. അഡ്വാൻസ് ആദ്യമേ അങ്ങോട്ട് പറയും. ലുക്കാ 1:38. എല്ലാ കാര്യങ്ങൾക്കും ഔദ്ധത്യം ഉണ്ടാക്കണം, അഹങ്കാരം ഉണ്ടാക്കണം, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എളിമപ്പെട്ട് കഴിയണം. അപ്പോൾ അത് നമ്മൾ എളിമപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കരുത്. ഇപ്പോൾ ബിസിനസ് തകർന്ന്, ജോലി പോയി, രോഗം വന്ന് എളിമപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കരുത്. ഉടമ്പടി കൊണ്ട് മക്കൾ എളിമപ്പെട്ടിരിക്കണം. കൈയിടിച്ച് ചേർത്താണ്. കർത്താവേ, ഞങ്ങളെ വിശ്വാസത്താൽ ദൈവസ്നേഹത്താൽ എളിമപ്പെടുത്തണമേ. ഹല്ലേലൂയ. നിന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. വിശ്വാസത്തോടെ നിന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം.
ഉയർത്തി. അനശ്വരമായ വചനമതേ ആമേൻ. അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമാകുക. സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. രോഗങ്ങൾ മാത്രമാണ് നേരത്തെ ഈശോ മെസ്സേജ് തന്നത്, അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ നമ്മൾ രോഗങ്ങൾ മാത്രമല്ല, ഉടമ്പടി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരു സാക്ഷ്യം കേട്ടില്ലേ, ഈ ഇടയ്ക്ക് കുറേ അത് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളില്ലേ മക്കളെ, വളരെ നിങ്ങൾ ഒത്തിരി ഇങ്ങനെ ലാവിഷായിട്ട് ഉപയോഗിക്കരുത്. ഉടമ്പടി നേർച്ച വസ്തുക്കളെ ലാവിഷായിട്ട് ഉപയോഗിക്കരുത്. അതിന് വില കുറവാണെങ്കിൽ നിങ്ങൾ ലാവിഷായിട്ട് ഉപയോഗിക്കരുത്. ഇത്തിരിച്ച് പിശുക്കി ഉപയോഗിക്കുക. കാര്യം എന്തറിയാമോ, അത് ദൈവികമായ ഒരു ശുശ്രൂഷയിലൂടെ വെഞ്ചരിച്ച് തരണതല്ലേ. അപ്പോൾ ഇപ്പോൾ ഇതിന് ആ സ്ഥലം വിറ്റ് മാറാത്ത സ്ഥലം 3 കൊല്ലമായിട്ട് വിറ്റ് മാറണില്ല. അവരെന്നാ ചെയ്തത്, ഉപ്പെടുത്തിട്ട് കൊണ്ടുപോയി വെള്ളത്തിൽ കലക്കിയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി അത് വിതറിയിരിക്കുക, അത് വെള്ളം തളിച്ചിരിക്കണത്. അത്രയേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ മാസം സാക്ഷ്യം പറഞ്ഞ് ചേച്ചി പറഞ്ഞ് ഇടിവെട്ട് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് മാറുന്നില്ല, എല്ലാം ഇടിവെട്ട് തെങ്ങ് പോണ്, മരം പോണ്. അവസാനം ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി തളിച്ചെന്ന്, അല്ല അവിടെ വിതറിയെന്ന്. അപ്പോൾ അതൊരു 50 ഗ്രാം വിതറിക്കാണ് ചിലപ്പോൾ, അതിൻ്റെ പകുതി മതി, വെള്ളം തളിച്ചാൽ മതി. ഇങ്ങനെ പിശുക്ക് ഉപയോഗിക്കാൻ നോക്കണം. ഞങ്ങളുടെ ഉടമ്പടി വസ്തുവാണ്, ഉടമ്പടി നേർച്ച വസ്തു. അതിൻ്റെ ക്വാണ്ടിറ്റിയിലല്ല വർക്ക് ചെയ്യണത്. പിന്നെ എന്താണ്, നമ്മുടെ വിശ്വാസത്തിനാണ് ക്വാണ്ടിറ്റി കൂടേണ്ടത്, വസ്തുവിനല്ല. ഉടമ്പടി നേർച്ച വസ്തു നിങ്ങൾ എപ്പോഴും വന്ന് എണ്ണ ചോദിക്കരുത്. അതാണ് വിൽക്കാൻ വെച്ചിരിക്കണല്ലേ, അത് ഒരു തുള്ളി മതി, അല്ലെങ്കിൽ 1/2 തുള്ളി മതി. അത് ആ പിശിയോടെയും മുഴയെല്ലാം അപ്രത്യക്ഷപ്പെടാൻ എങ്ങനെയാണ്, ഈ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു വലിയ വരദാനമാണിതല്ല. അതിൻ്റെ മക്കളെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ യോഗ്യത ഒന്ന് അളന്ന് നോക്കി എളിമപ്പെട്ട് 2 കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? 2 കാര്യം ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം? മനസ്താപ പ്രകടനം ചെല്ലണം. പിന്നെയാണ് വിശ്വാസ പ്രമാണം ചെല്ലേണ്ടത്. എന്ത് ഉപയോഗിച്ചോ, വിശ്വാസ പ്രമാണത്തിലാണ് സംഭവം വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് എന്താ? ബ്യൂട്ടിഫുൾ പ്രെയർ. ഇന്ന് വരെ ഞാൻ കണ്ടുള്ള പ്രാർത്ഥനകൾ വെച്ച് ഏറ്റവും ഹൃദ്യമാണ് എൻ്റെ ദൈവമേ, കണ്ണു നിറഞ്ഞു വെങ്കടേ, എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും. അതൊക്കെ കറക്റ്റാണ്. എല്ലാത്തിനും ഉപരി സ്നേഹിക്കപ്പെടാൻ ഉപരിയുമായ എനിക്കെതിരായി പറഞ്ഞു. അതിങ്ങനെ പതുക്കെ പ്രാർത്ഥിക്കണം, ധൃതിക്ക് പ്രാർത്ഥിക്കരുത് കേട്ടോ. പതുക്കെ അത് പ്രാർത്ഥിക്കണം, ഇത്തിരി സമയമെടുത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ മക്കൾ ഇപ്പം നമ്മൾ പല അവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ ഇത്തിരി ദേഷ്യപ്പെട്ട് കാണും, ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമോശത്തിൽ കള്ളം പറഞ്ഞു കാണും. ഇങ്ങനെ ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം നിങ്ങൾ അതെല്ലാം റെമിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മനസ്താപ്രകടനയാണ് ചൊല്ലിയാണ് അത് റെമിറ്റ് ചെയ്യേണ്ടത്. അല്ല എൻ്റെ പിഴ ചൊല്ലിയല്ല. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മക്കൾ ചെല്ലേണ്ടത് മനസ്താപ്രകരണമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ചൊല്ലിക്കോ. അതോടുകൂടി കർത്താവ് നിങ്ങളുടെ വിഷയമായിട്ട് എടുത്തിരിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ. പിന്നെ എന്നെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നെ സാക്ഷിയാക്കണമേ. ഇവിടെ വന്ന് സാക്ഷ്യം വേണം മാത്രമല്ല, എല്ലായിടത്തും നിങ്ങൾ കർത്താവെ നിൻ്റെ സാക്ഷിയാക്കണേ. ഇപ്പം ഇന്നലെ ഒരു DGPയുമായിട്ട് ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം ബഹുമാനത്തോടെ പറഞ്ഞു, ഫാദർ ഒരു പത്രം കൊടുത്തിട്ട് 20 പേർക്ക് അത് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ആളോട് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഒരു പത്രം കൊടുത്തിട്ടേ ഒരാളിന് 20 ഒരാൾക്ക് കൊടുത്തു, അയാൾ വായിച്ച് കഴിയുമ്പോൾ അയാൾക്ക് നിന്ന് വാങ്ങിച്ചിട്ട് വേറെ ആൾക്കാർക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു അങ്ങനെയും ചെയ്യാം. ഇത് ഇപ്പം ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്. നിങ്ങൾ ഏത് ഉന്നതമായ നിലവാരത്തിൽ ജീവിക്കുന്ന ആളായാലും 10 രൂപ പിടിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ പേരിൽ 10 വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുപ്പിക്കരുത്. വേറെ ഇങ്ങനെ ഈ മറ്റുള്ളവരെ കൊടുത്തുകൊണ്ട് ആരെയും ഏജൻസി വെക്കരുത്. പ്രേക്ഷിത പ്രവർത്തനത്തിന് ഏജൻസി വെക്കരുത്. നിനക്ക് തന്നെ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. എന്തിനാണ് ഉദ്ദേശം? പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക മാത്രമല്ല, ഈ എളിമയാണ് കൃപ തരണത്. മനസ്സിലായില്ലേ? എളിമപ്പെടുന്ന അനുസരിച്ച് കൊണ്ട്
കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് വരും. അതൊരു എക്സർസൈസാണ്. പത്രം നിങ്ങൾ വാങ്ങി വിതരണം ചെയ്യുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇന്ന് വരെ ചെയ്യാത്തൊരു ജോലിയാണ് ഇല്ലേ? സ്വന്തം പുസ്തകം പോലും എന്തുമാത്രം മാക്സിമം കുറച്ച് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ എന്നാ ചെയ്യണത്? ഈ പത്രം പിടിച്ച് പോകുമ്പോൾ നാട്ടുകാരെന്നാ വിചാരിക്കും എന്ന് ഉള്ള വിഷയം ഉണ്ടാവുക. അപ്പോൾ നാട്ടുകാർ എന്നാ വിചാരിച്ചാലും കർത്താവ് ഈ തുണിയില്ലാണ്ട് കിടക്കുമ്പോൾ ഓർത്തിലല്ല മേരി മാഗ്ഡലിൻ എന്നാ വിചാരിക്കുമെന്ന്. താഴെ നിൽപ്പുണ്ടായിരുന്നില്ല പെണ്ണുങ്ങളൊക്കെ ഇല്ലേ? കണ്ട 6-7 പെണ്ണുങ്ങൾ താഴെ നിൽപ്പുണ്ടായിരുന്നു. ഈ തുണിയില്ലാതെ വിറ കഷ്ണം കിടക്കുമ്പോൾ ഈ താഴെ നിൽക്കുന്ന പെണ്ണുങ്ങൾ എന്നാ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ആൾ അപമാനമാണെങ്കിൽ അപമാനം, അതൊക്കെ പെട്ട് എളിമപ്പെട്ട ആളാണ്. അവൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യണത്. ആ ബോധം അവനെ ഓർക്കണം. എന്നാ ജോലി ചെയ്താലും നീ നിൻ്റെ തറവാടിനെയും നിൻ്റെ കളറും നിൻ്റെ സൗന്ദര്യവും നിൻ്റെ വിദ്യാഭ്യാസവും അല്ല ഓർക്കേണ്ടത്. നീ ഓർക്കേണ്ടത് തുണിയില്ലാതെ ഈ വിറകഷ്ണത്തെ കിടന്നിട്ട് നമ്മളെ വീണ്ടെടുത്തവൻ്റെ മനസ്സോർക്കണം. അതുകൊണ്ട് ബൈബിൾ പറയണത് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന്. പക്ഷേ പ്രവർത്തനം എന്ന് പറയണത് ഒരു പ്രവർത്തനത്തെക്കാളുപരി അതൊരു മനോഭാവമാണ്. എന്തിനാണ്? കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് വരാൻ പോകുന്നതിൻ്റെ ഒരു മനോഭാവം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കൃപയെ ആർജിക്കാനുള്ള മനോഭാവത്തിലേക്ക് എന്നെ പിഴുതെറുകയും പടുത്തുയർത്തുകയും ചെയ്യണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി പ്രാർത്ഥനയിലൂടെ കർത്താവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൈകൾ ഉയർത്തി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരുന്നു. 31 വയസ്സുള്ളവരും ഒക്കെ 34 വയസ്സുള്ളവരൊക്കെ ഇന്ന് കല്യാണ സാക്ഷ്യം പറഞ്ഞിരുന്നു. നിങ്ങൾ കല്യാണം ഒത്തുവരാത്തവരും മക്കളില്ലാത്തവരും കർത്താവ് നിങ്ങൾക്ക് ജീവിത പങ്കാളിയെ നൽകുമ്പോൾ നിങ്ങളെ കർത്താവിനെ വിസ്തരിക്കാൻ നിൽക്കരുത്. എന്താ കാര്യം എന്നറിയോ? 34 വയസ്സുള്ള ആളിനെ ജീവിത പങ്കാളിയെ കിട്ടിയെന്ന് വിചാരിച്ചോ? അപ്പോൾ നീ കർത്താവിനെ പറഞ്ഞു, ഞാൻ ആ ജീവിത പങ്കാളിയെ വിളിച്ചതിൻ്റെ അടുത്താൽ കയറി നിനക്ക് സാക്ഷ്യം പറയും എന്ന് പറയണം. ചിലപ്പോൾ ജീവിത പങ്കാളി വന്നില്ലേ, കാര്യം അവർ ഉടമ്പടി ചെയ്ത് കാണത്തില്ല, നീയല്ലേ ചെയ്തത്. അപ്പം നീ പറയാൻ ബാധ്യസ്ഥയാണ്, എൻ്റെ ബാധ്യസ്ഥനാണ്. നീ പറയുമോ ഇല്ല എന്ന് കർത്താവിന് ഇപ്പോഴേ അറിയാവുന്ന കൊണ്ടാണ് ഈ സംഭവം താമസിക്കുന്നത്. മനസ്സിലായില്ലേ? നിനക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ നീ കർത്താവിനോട് നന്ദി പറയുമോ സമൂഹത്തിന് മുമ്പിൽ വന്ന്? എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയണ ഒരു വിഷയമുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയൂ. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുമ്പോൾ അതിന് കുറച്ച് വിനയപ്പെടലൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അത് നിനക്ക് മനസ്സിൽ അങ്ങനെ ഒരു അജണ്ട ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ റെക്ടിഫൈ ചെയ്യണം. അത് മണ്ടത്തരമാണ് വിചാരിച്ചിരിക്കണത്. അതുകൊണ്ടാണ് അനുഗ്രഹം താമസിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിൽ ഈശോനോട് പറഞ്ഞു, ഈശോ അച്ഛൻ പറഞ്ഞൊക്കെ എന്നെക്കുറിച്ചാണ്, എനിക്കങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ പേടിയാണ്, എനിക്ക് ചമ്മല, എന്നെ സഹായിക്കണം, നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ 10 വർഷം മുമ്പ് നിന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറയണം. അപ്പോൾ നിനക്ക് ബ്ലീഡിങ് ഉണ്ടായി, അല്ലെങ്കിൽ നിനക്ക് വൈസ്റ്റ് ഡിസ്ചാർജ് ഉണ്ടായി. കർത്താവ് സുഖപ്പെടുത്താൻ തയ്യാറാണ്. പക്ഷേ നീ എന്താ ചെയ്യണമെന്നറിയാവോ? 17 കൂടെ എന്തെങ്കിലും വൈസ്റ്റ് ഡിസ്ചാർജ് കർത്താവ് ഇപ്പോൾ ഈ ആരാധന സുഖപ്പെടുത്തും. പക്ഷേ നീ അത് പറയത്തില്ല. എന്താ കാര്യം? എനിക്ക് വൈസ്റ്റ് ഡിസ്ചാർജ് ഉണ്ടായത് എൻ്റെ അമ്മായിയമ്മ എങ്ങനെ കേട്ടുക എന്ത് ചെയ്യും, ഈ ലൈവ് പോണ പരിപാടിയല്ലേ ഇത് എന്ന് ചിന്തിച്ചാൽ അഹങ്കാരമുണ്ടാകും. എന്താ വെച്ചാൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല, നീ രക്ഷപ്പെടാനുള്ള വഴികൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈശോനോട് ഫ്ലാറ്റായിട്ട് പറയുക, ഈശോ നിനക്ക് വേണ്ടി ഞാൻ
എന്ത് വേണമെങ്കിലും സഹിക്കും. പറഞ്ഞേ, ഈശോ നിന്റെ മഹത്വപ്പെടുത്താൻ ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും. എന്നെ സുഖപ്പെടുത്തണമേ, എനിക്ക് വിടുതൽ നൽകണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ തീരാവ്യാധികളിൽ കഴിയുന്ന, മനോവിഷമതകളിൽ കഴിയുന്നവര്, ആശുപത്രിയിൽ കഴിയുന്നവര്, ഉടമ്പടി സമർപ്പിത നിയോഗങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യണമേ, സൗഖ്യം വർഷിക്കണമേ. ആമേൻ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട്, കരങ്ങൾ വീശി കാറ്റായി കാറ്റായി. ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിൽക്കാത്ത വസ്തു, ജയിക്കാത്ത പരീക്ഷ, നടക്കാത്ത വിവാഹം, വെക്കാൻ പറ്റാത്ത വീട്, ഇല്ലാത്ത വഴി, കുരുങ്ങിപ്പോയ വിത്ത് ഹെൽഡായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, ഫൗണ്ട് മിസ്സിങ് ആയിട്ടുള്ള കാണാതെ പോയ രേഖകൾ, കാണാതെ പോയി നാടുവിട്ടു പോയ വ്യക്തികൾ, ഇതെല്ലാം കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന സമയമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. Lord Jesus, pour out your spirit, a fire finger, soak with the precious. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മക്കളെ ആശീർവദിക്കുന്നു. ഡേറ്റുകൾ ഓർക്കുക. കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഒന്നാണ് ഡേറ്റ് ആൻഡ് ടൈം. സമയഘടികാരം നെഞ്ചിലേറ്റി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിലേക്ക് ജീവിതത്തിൻ്റെ കർത്തപക്ഷങ്ങളിലാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നമ്മളത് വെളുത്ത പക്ഷമാക്കി മാറ്റിത്തരും. അച്ഛൻ പറയാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് പറയുക. ഭർത്താവിൻ്റെ മദ്യപാനമാകാം, അല്ലെങ്കിൽ മക്കളുടെ വേറെ ബന്ധങ്ങളാകാം. തെറ്റായ ബന്ധങ്ങൾ ചെന്ന് ചാടിയിരിക്കുന്ന ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന മക്കളിലെ അവർക്ക് ഭ്രാന്താണ് ശരിക്കും. കാര്യം ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലമെന്ന് കർത്താവ് പറഞ്ഞില്ലേ. അപ്പം ആത്മാവിനെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ അതിനൊക്കെ വലിയ ഭ്രാന്തില്ല. സാധാരണ ഭ്രാന്ത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിനൊരു ലൂസിഡ് ഇൻ്റർവെല്ലെങ്കിലും ഉണ്ടാകും. ഈ വട്ട് പ്രേമത്തിന് ഒരിക്കലും ഇൻ്റർവെൽ ഉണ്ടാകത്തില്ല. എപ്പോഴും വട്ട് തന്നെയാണ്. കർത്താവിനോട് പറയാം, ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന ഈ കളികളിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ആത്മാവിനെ നഷ്ടപ്പെടുന്ന ബന്ധങ്ങളിൽ ചെന്ന് അകപ്പെട്ടിരിക്കുന്ന മക്കളുടെ മേൽ അഭിഷേകം ഉണ്ടാകണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. സാമ്പത്തിക കടങ്ങൾ കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനകൾ ഒന്നാണ് സാമ്പത്തിക കടങ്ങൾക്ക് വേണ്ടിയുള്ള വിടുതൽ. അപ്പം അതിൻ്റെ മക്കൾ നിങ്ങൾക്ക് വിൽക്കാനൊന്നുമില്ല അച്ഛാ, കൊടുക്കാനോ ഒന്നുമില്ല അച്ഛാ, ആരും സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമില്ലെന്ന് തന്നെ വിചാരിച്ചോ. 8 കോടി അല്ലെങ്കിൽ 2 കോടി കടമുണ്ട്, കിട്ടാവുന്നത് വാങ്ങിക്കാവുന്ന സ്ഥലങ്ങൾ തന്നെ വാങ്ങിച്ചു, ഇനി നമുക്ക് ഒരു മാർഗവുമില്ലെന്ന് തന്നെ വിചാരിച്ചോ. അപ്പോഴും നമുക്ക് മാർഗമുണ്ട്. എന്താ കാര്യം? കർത്താവ് തന്നെയാണ് മാർഗം. കർത്താവിൻ്റെ കയ്യിൽ അനേകം ഉടമ്പടി കർത്താവ് തന്നത് 2016 ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയത് 89 10-20 ലക്ഷം ആൾക്കാരെ കൗൺസ് ചെയ്തിട്ടുണ്ട്. ഉടമ്പടിക്ക് മുമ്പേ കർത്താവ് എത്രയോ പേരുടെ കടങ്ങൾ ഈശോ പരിഹരിച്ചു. നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ, അമ്മ സന്നിധാനത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ വെറും കൈയുടെ പറഞ്ഞു വിടത്തില്ല. ആ ബോധം നിനക്കുണ്ടാവണം. നിന്റെ കണ്ണുനീര് ഒപ്പിട്ട് ഇവിടത്തുള്ള സ്തുതിയുടെ ഹല്ലേലൂയ. Lord Jesus, pour out your spirit. സ്പർശിക്കണമേ കർത്താവേ, കർത്താവേ ജീവിത ദുരിതങ്ങൾ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. ജീവിത മാർഗമില്ല. എങ്ങനെ ജീവിക്കും? എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും? എങ്ങനെ കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെ തിരക്കും? ആര് സഹായിക്കും? ഒരു വഴിയും കാണാത്തൊരവസ്ഥ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വെക്കേണ്ടതാണ്.
ചിലർക്ക് ജീവിത പങ്കാളികളുടെ അവിശ്വസ്തത ഒരു വിഷയം പോലുമല്ല, ചിലർക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള വിഷയമാണ്. അത് ഡിഫറാണ്, വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. അതാത് വ്യക്തികൾ അനുഭവിക്കുന്ന മാനസിക തലങ്ങൾ, വൈകാരിക അവസ്ഥകളനുസരിച്ചാണ് കർത്താവ് നമ്മളെ സഹായിക്കുന്നത്. കർത്താവ് പലതരത്തിൽ മനസ്സ് വിങ്ങുന്നവരുണ്ട് ഈശോ. അവരെല്ലാം ഈ അമ്മയുടെയും മണ്ണിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിന്റെ തിരുമുറിവാളുന്ന വലത് കരത്താൽ മക്കളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. ദൈവത്തിൻ്റെ ശക്തി മക്കളേക്ക് ആവശ്യിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, വരുമാനം പൊട്ടിപ്പോയവര്, ജീവിത ദുരിതങ്ങൾ മാർഗമില്ലാതെ വിഷമിക്കുന്നവര്, തീരാ സങ്കടത്തിൽ കഴിയുന്നവരെ തത്സമയം സ്പർശിക്കണമേ കർത്താവേ. സാക്ഷ്യം പറയുവാൻ അഭിഷേകം ചെയ്യണം. വൈവാഹിക വഴക്കുകൾ, ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുന്നവർ, കേസ് നടക്കാൻ പോകുന്നവർ, വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയിരിക്കുന്നവർ, കുടുംബ വഴക്കുകൾ നിലനിൽക്കുന്നവരെ, പാക ഉടമ്പടി നടക്കാത്തവർ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, റിസൾട്ട് മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, മത്സര പരീക്ഷയ്ക്ക് വേണ്ടി, യോഗ്യതാ പരീക്ഷയ്ക്ക് വേണ്ടി ഡേറ്റ് എടുത്തിരിക്കുന്നവർ, ഇപ്പോൾ ഒരാൾ സാക്ഷ്യം പറഞ്ഞില്ലേ, ഒന്നും പഠിച്ചില്ല, പഠിക്കാൻ ഒത്തില്ല, അത് തന്നിഷ്ടം തോന്നിയ ദിവസം പറഞ്ഞതല്ല, അവരുടെ നിവർത്തിക്കേടാണ്. അവർക്ക് പഠിച്ചിട്ടും മനസ്സിലാവണില്ല, പക്ഷേ എഴുതാണ്ട് ഇരിക്കാനും പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് അമ്മയെ അവർ കക്ഷി ചേർത്തത്. നീ തന്നിഷ്ടം കൊണ്ട് തോന്നിവാസം കാണിക്കരുത്, പക്ഷേ നിവർത്തിക്കേടുണ്ടെങ്കിൽ ഉള്ളതുപോലെ കണ്ണീരോടെ പറയണം, അമ്മേ പറ്റണില്ല എന്ന് പറയണം. അമ്മ സഹായിക്കും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവാനല്ല, കർത്താവിൻ്റെ കൃപയാൽ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും, കർത്താവേ, നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും, ഇവിടെ എല്ലാ സങ്കടങ്ങളുടെ മേലും കർത്താവേ അങ്ങയുടെ കൃപയാൽ സ്പർശിക്കണമേ. പാടാം. സാമ്പത്തികമായിട്ട് വറുതിയിലായി പോയവരുണ്ട്. പൈസ പെട്രോൾ പോലെ ആവിയായി പോകുന്നു. 5 പൈസ കിട്ടാൻ പാടാണ്, കിട്ടിയാൽ തന്നെ പെട്ടെന്ന് ചിലവാകുകയും ചെയ്തിട്ട് ഇത് വല്ലാത്ത അവസ്ഥയിൽ എത്തിപ്പോകുന്ന ആൾക്കാർ, അറ്റുപോകുന്ന അവസ്ഥ, സമ്പത്ത് അറ്റുപോകുന്ന അവസ്ഥ. സ്തുതിയുടെ അവിടെ മേൽ കർത്താവിന് കൃപ ചെയ്യാൻ വേണ്ടി സ്തുതിയുടെ ഹല്ലേലൂയ. Lord Jesus, pour out His Spirit. Touch with your fire finger. Soak with the precious blood. Praise you, Jesus. നിറച്ച വസ്തു എടുക്കുക. സ്വർണം പിടുങ്ങി വെച്ചിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടവൻ്റെ വസ്തു കയ്യിലുണ്ടായിട്ട് കൊടുക്കാൻ വരുന്നതിനും കൊടുക്കാതെ ആർത്തിപ്പണ്ടാരമായിട്ട് കസ്റ്റഡി സൂക്ഷിക്കുക. പിന്നെയുള്ള കാലത്ത് നിനക്ക് പണി കിട്ടും. അങ്ങനെ ആരും ചെയ്യരുത്. ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യണം. ആ വിഷയം പരിഹരിക്കപ്പെടണം. തഗ്ഡ് ഏലസ് മന്ത്രവാദം 1-ാം പ്രമാണം ലംഘിച്ചിട്ടുള്ളവരും റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ അവസാനത്തെ മെസ്സേജുകളാണ്. നീ രക്ഷപ്പെടാനുള്ള താക്കോലുകളാണ്. നിറച്ച പുസ്തകം എടുത്തോ. നിറച്ച പുസ്തകം ആശീർവദിക്കുന്ന സമയമാണ്.
അറിയിപ്പുകൾ. എല്ലാ ദിവസവും ഉടമ്പടിയുണ്ട് അല്ലേ? പുതുതായിട്ട് ഉടമ്പടി ചെയ്യാനുള്ളവർക്ക് എല്ലാ ദിവസവും 31 ദിവസവും ഉടമ്പടിക്ക് അവസ്ഥ ഉണ്ട്. അപ്പം ഇന്നും പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അകലെയുള്ളവർക്ക് ഉടമ്പടി എടുക്കാവുന്നതാണ്. പക്ഷെ അവരെ കൃത്യമായിട്ട് ക്ലാസ് പങ്കെടുക്കണം. ധൃതിയൊന്നുമില്ല. ധൃതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോയി സമയം കളയണത്? സ്വസ്ഥവും സമാധാനവുമായിട്ട് ആ ക്ലാസ്സുകളെല്ലാം ഒന്നാമതിൽ ഉടമ്പടി വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ്. തന്നെയല്ലേ, സിൻസിയറിറ്റിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ടത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥതയാണ് ഉടമ്പടിയുടെ ഒരു ഇന്ധനമെന്ന് പറയണത്.